ഹായ് ഓൾ. ഇപ്പോൾ നമ്മളിന്ന് 21 ഡേയ്സ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് തന്നെ ഞാൻ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു റിവിഷൻ വീഡിയോ കണ്ടു. ഇൻട്രയുടെ ക്ലാസ്സാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എക്കണോമിക്സ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. എക്കണോമിക്സിൻ്റെയും കുറച്ച് പോർഷൻസൊക്കെ റിവൈസ് ചെയ്തു. ബഡ്ജറ്റ് എന്ന ടോപ്പിക്കായിരുന്നു ഇന്ന് റിവൈസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കിയത് കുറച്ച് സ്പോർട്സിൻ്റെയൊക്കെ ടോപ്പിക്സൊക്കെ റിവൈസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര മടിയുള്ളൊരു ടോപ്പിക്കാണ് സ്പോർട്സ്. അപ്പോൾ ഞാൻ ഇവരുടെ റിവിഷൻ സീരീസ് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് സ്പോർട്സും കറണ്ട് അഫെയർസും ഒക്കെ നോക്കുന്നത്. അല്ലാതെ ഡെയിലി കറണ്ട് അഫെയർസ് പഠിച്ചാലും എനിക്ക് ഓർമ്മ നിൽക്കില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയത് PYQ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞായിരുന്നു, ഞാൻ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഒരു PYQ ബുക്ക് ഉണ്ട്, പ്രിയാമ്പിൾ എഡ്യൂക്കേഷൻ അവരുടെ. അപ്പോൾ അതാണ് ഞാൻ ഫോക്കസ് ചെയ്ത് അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്തു. അപ്പോൾ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ ഞാൻ മെയിനായിട്ട് ഈ ബുക്കിൽ പ്രാക്ടീസ് ചെയ്ത് കുറച്ചൊന്ന് റിവൈസ് ചെയ്തു. പിന്നെ മാത്സിൻ്റെ ഒരു 35 ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ സോൾവ് ചെയ്ത് നോക്കി. മാത്സും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ടോപ്പിക് വൈസ് പഠിക്കാറില്ല. മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഇതൊക്കെ ഞാൻ ഇവരുടെ തന്നെ പ്രിയാമ്പിളിൻ്റെ PYQ ബുക്ക് വെച്ചിട്ട് പഠിച്ചു. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം പുറത്തൂടെയൊക്കെ നടന്നു. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ഞാൻ രാവിലെ തൊട്ടൊരു വൈകുന്നേരം ഒരു 5:30 ആ ഒരു ടൈമിനുള്ളിലാണ് പഠിച്ചു തീർത്തത്. പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ നടന്ന് ഒന്ന് റിലാക്സായി. അതിനുശേഷം ഞാൻ പിന്നെ അധികം ഒന്നും പഠിക്കൽ നടന്നില്ല. എനിക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഒരു ബുക്കൊക്കെ വായിച്ചു. ഞാനിപ്പോൾ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു ബുക്ക് വായിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് രാത്രിയാകുമ്പം 2-3 പേജസ് വായിക്കാൻ മാക്സിമം ശ്രമിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ജേർണലിംഗ് ഒക്കെ ചെയ്തു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. ഡേ 1 ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു.